ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ വരുന്നതാണ്. ആ ഒരു പേര് സൂചിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഹോട്ടായിട്ടുള്ള എയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഭക്ഷണങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് സമൂസ, കട്ട്ലേറ്റ്, മീറ്റ് റോള് ഇതൊക്കെ നമുക്ക് വളരെ ക്രിസ്പി ആയിട്ട് മൊരിച്ച രീതിയിൽ തന്നെ നമുക്കൊരു എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ മേന്മയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ആക്കി നോക്കാം. ഇതാണ് ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ വരുന്നത്. കാഴ്ചയിൽ ഒരു കോഫി മേക്കറുടെ ലുക്കൊക്കെ ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ ഫീൽ ചെയ്യണത്. അതേപോലെ ഒരു ഓവൻ OTG ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും വളരെ വലിപ്പമൊക്കെ ചെറുതാണ്. അതേപോലെ കാണാനും നല്ലൊരു മോഡലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രൈസിംഗ് എന്ന് പറയുന്നത് 10,495 രൂപയാണ്. നമുക്കൊരു ഓഫർ റേറ്റ് എന്ന് പറയാനായിട്ട് 9,500 ഏകദേശം ഒരു മാർക്കറ്റ് പ്രൈസ് വരുന്നതാണ്. 1425 വാട്ട്സ് ഈ ഒരു മോഡലിൻ്റെ പവർ വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മോഡലിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു ബോഡിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈബർ ബോഡി ആയിരിക്കും വരുന്നത്. ഫ്രണ്ട് ഭാഗത്തായിട്ട് തന്നെ 2 നോബുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ആ ഒരു മോൾ ഭാഗം വരുന്നതാണ്, നല്ലൊരു ബ്ലാക്ക് ആയിട്ടുള്ളൊരു ഭാഗം വരുന്നതാണ്. ഇവിടെ നമുക്ക് ഇതിൽ സ്വിച്ചുകളോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഒന്നും ഇതിൻ്റെ ആ ഒരു മോൾ ഭാഗത്ത് വരുന്നില്ല. ഇനി അതിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിലാണെങ്കിലും വേറെ ഹോൾസ് ഒന്നും കാണാൻ സാധിക്കില്ല. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഭാഗമാണ്. ഏറ്റവും ബാക്കിലായിട്ട് ഒരു വിൻഡോൻ്റെ പോലെ ഈ ഒരു ഭാഗം വരുന്നുണ്ട്. ഏറ്റവും ബാക്കിലായിട്ട് ഒരു വിൻഡോ പോലൊരു ഭാഗം വരുന്നതാണ്. നമുക്ക് വർക്കിംഗ് ടൈമിലുള്ള ആ ഒരു ചൂടൊക്കെ പുറത്തോട്ട് പോകാനുള്ള ആ ഒരു ഭാഗമാണ്. പിന്നെ അതിൻ്റെ നേരെ താഴത്തായിട്ട് പ്ലഗിൻ്റെ ഭാഗം വരുന്നുണ്ട്. പ്ലഗ് വരുന്നത് പവർ പ്ലഗ് ആയിരിക്കും. ഇനി ഈ ഒരു എയർ ഫ്രയറിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലായിട്ട് 2 നോബുകൾ വരുന്നുണ്ട്. ഏറ്റവും ഫസ്റ്റത്തെ നോബ് വരുന്നത് നമുക്ക് എന്തോരം ചൂട് കൊടുക്കണം, ടെമ്പറേച്ചർ എത്ര സെറ്റ് ചെയ്യണം എന്നുള്ള നോബ് വരുന്നതാണ്. 80 ഡിഗ്രി മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 120 ഡിഗ്രി, 160, 200 മാക്സിമം വരുന്നത്. പിന്നെ രണ്ടാമത്തെ നോബ് വരുന്നതാണ് എന്തോരം സമയം സെറ്റ് ചെയ്യണം, നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എത്ര സമയം ഫ്രൈ ചെയ്യാൻ എടുക്കണം എന്നുള്ള ആ ഒരു ടൈം സെറ്റ് ചെയ്യാനുള്ള ആ ഒരു നോബ് വരുന്നതാണ്. ഈ ഒരു നോബ് വരുന്നത് മെക്കാനിക്കൽ നോബായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വൺ സൈഡ് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കറങ്ങി ഇവിടെ ഒന്ന് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. ആ ഓഫ് ആവുന്ന ടൈമിൽ ടിക് എന്ന് പറഞ്ഞൊരു ബെൽ സൗണ്ട് കൂടി നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഈ ഒരു എയർ ഫ്രയർ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഇത് നമുക്ക് ആ പൊക്കണേൻ്റെ ആ ഒരു രീതി വരുന്നത് ഇതിൻ്റെ ഈ 2 സൈഡിലായിട്ട് നമുക്ക് കൈ വെച്ച് പിടിക്കാനായിട്ടൊരു പോർഷൻ ഉണ്ട്. അത് വെച്ച് ഈ രീതിയിലാണ് അത് പൊക്കിയെടുക്കേണ്ടത്. ഈ രീതിയിലാണ് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കേണ്ടത്. അല്ലാണ്ട് ഈ ഒരു രീതിയോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അത് പൊക്കരുത്. കാരണം നിലത്ത് വീണ് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. നിലത്ത് വീണ് കഴിഞ്ഞാൽ പൊട്ടും. ഇതിൻ്റെ ആ ബോഡിയൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് പോർഷൻ ഇവിടെ പിടിച്ചിട്ട് കൈവച്ച് പൊക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി താഴത്തെ ഈ ഒരു ഭാഗം നമുക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കും. ഇത് ഓപ്പൺ ആക്കിയിട്ടാണ് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗം ഓപ്പൺ ആക്കാനായിട്ട് ഈ ഒരു ഹാൻഡിലിൽ പിടിച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ അത് ഊരിപ്പോരെയാണ് ചെയ്യണത്. ഈ കാണുന്ന ഫസ്റ്റ് ട്രേ ആണ് അതിൻ്റെ മെയിൻ ട്രേ ആയിട്ട് വരുന്നത്. ഈ ഒരു ട്രേക്കകത്താണ് എന്താണോ ഫ്രൈ ചെയ്യാനുള്ളതെന്നൊക്കെ വെച്ചാൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഒരു എയർ ഫ്രയറിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എയർ ഫ്രയറിൻ്റെ നമുക്ക് ആ ഒരു ട്രേ വെക്കണതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇത്തരത്തിൽ ഹീറ്റിംഗ് കോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഹീറ്റിംഗ് കോയിലിലേക്ക് പവർ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഹീറ്റിംഗ് കോയിൽ നന്നായിട്ട് ചൂടാവുകയും തൊട്ട് മുകളിലുള്ള ഫാൻ ഉപയോഗിച്ചിട്ട് നമുക്ക് താഴ്ത്ത് വെക്കണ ആ ഒരു ട്രേയിലേക്ക് അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാൻ വെക്കണ ആ ഒരു ഇതിലേക്ക് ആ ഒരു ഹീറ്റ് കൊടുക്കുകയാണ് ചെയ്യണത്. ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം വരുന്നത്. ഇതിൻ്റെ ആ ഒരു ചൂടിന് ക്രിസ്പിനെസ്, മുരിച്ചിൽ കൂടുതലായിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാനും പറ്റണത്. ഇനി നമ്മൾ ഈ ഒരു ട്രേയുടെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഫസ്റ്റ് കാണുന്ന മെയിൻ ട്രേയിലാണ് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ഇതിൽ നമുക്കിവിടെ മാക്സിമം എന്നും പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അളവ് വരെ മാത്രമേ നമുക്കിതിൽ ഫ്രൈ ചെയ്യാനായാലും ഇതിൽ വെക്കാൻ പാടുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു ട്രേ ഊരിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിക്കർ പൊളിച്ചതിന് ശേഷം നമുക്കിവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. അത് പ്രസ് ചെയ്തിട്ട് ഈ രീതിയിൽ നമുക്കത് മേളിലേക്ക് ഊരിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമുക്കതിൻ്റെ ഒരു മെയിൻ ട്രേ വരുന്നത്. നമുക്കിതിൽ ഉള്ളിലായിട്ട് ഇത്തരത്തിൽ നെറ്റ് പോലെ കൊടുത്തേക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്രൈ ചെയ്യുന്ന ടൈമിലുള്ള ആ ഒരു നെയ്യൊക്കെ നേരെ താഴത്തോട്ട് രണ്ടാമത്തെ ട്രേയിലേക്ക് വീഴാൻ വേണ്ടിയും അതുപോലെ മുകളിൽ നിന്നുള്ള ഒരു ഹീറ്റ് നേരെ താഴത്തേക്ക് വന്നിട്ട് പിന്നെ റിട്ടേൺ ഈ ഒരു ട്രേക്കോടെ തന്നെ മുകളിലേക്ക് വരാൻ വേണ്ടിയൊക്കെയാണ് അത്തരത്തിൽ ആ ഒരു നെറ്റ് പോലെ കൊടുത്തേക്കണത്. ഇനി നമ്മൾ രണ്ടാമത്തെ ട്രേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് അതുപോലെ നമുക്ക് ആ ഫ്രൈ ചെയ്യുന്ന ടൈമിലുള്ള നെയ്യൊക്കെ വീണത് ഈ ഒരു ട്രേക്കകത്തേക്കാണ്. അപ്പോൾ അതേപോലെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ആ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്നുള്ള ആ ഒരു ചൂട് നേരെ താഴത്തേക്ക് വന്നിട്ട് ഈ ഒരു ഡിസൈനിൻ്റെ സഹായത്തോടു കൂടി പിന്നെയും ആ ഒരു മുകളിലത്തെ ഫസ്റ്റ് മെയിൻ ട്രേയിലേക്ക് ആ ഒരു കാറ്റ് അല്ലെങ്കിൽ ആ ഒരു ഹോട്ട് എയർ പോകാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ആ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത്.
മൈക്രോ ഓവനും ഒ ടി ജിയും എയർ ഫ്രയറൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ ഓവൻ എന്ന് പറയുന്നത് മൈക്രോ രശ്മികൾ ഉപയോഗിച്ചിട്ടാണ് അതിൽ ഫുഡ് കുക്ക് ചെയ്യണത്. ഒരു മൈക്രോ ഓവനിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കും, കറികൾ ഉണ്ടാക്കുക, സാമ്പാർ ഉണ്ടാക്കുക, പായസം, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ആ സമയത്ത് ഒരു എയർ ഫ്രയറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു ഒ ടി ജിയും എയർ ഫ്രയറും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഹീറ്റിംഗ് കോയിൽ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യണത്. ആ സമയത്ത് ഒരു എയർ ഫ്രയറിൻ്റെ ആ ഒരു ഹീറ്റിന് ആ ചൂടിന് കുറച്ചും കൂടി ക്രിസ്പിനെസ് മൊരിച്ചിൽ കൂടുതലായിരിക്കും. ഇനി ഒരു ഒ ടി ജിയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ, ബേക്ക് ചെയ്യാനും ഗ്രില്ല് ചെയ്യാനാണ് അതിൽ സാധിക്കുകയുള്ളൂ. അതിൽ നമുക്ക് ഒരിക്കലും ഫ്രൈ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ നമുക്കൊരു എയർ ഫ്രയറിലേക്ക് വന്നു കഴിയുമ്പോഴും ഇതേപോലെ തന്നെ നമുക്കതിൽ കേക്ക് ഉണ്ടാക്കാനും അതേപോലെ ഗ്രില്ല് ചെയ്യാനും സാധിക്കില്ല. അതിൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. ഇതാണ് രണ്ടും തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം വരുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബീഫ്, ചിക്കൻ, അതേപോലെ ഫിഷ്, വെജിറ്റബിൾ, ഇതൊക്കെ നമുക്കൊരു എയർ ഫ്രയറിൽ ഫ്രൈ ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ആ സമയത്ത് ഒരു ഒ ടി ജിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഗ്രില്ല് ചെയ്യാൻ, പൊള്ളിച്ചെടുക്കാനേ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താം. നമുക്കൊരു ഒ ടി ജിയിൽ ഉണ്ടാക്കാവുന്ന എല്ലാ ഫുഡും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എയർ ഫ്രയറിലും പരീക്ഷിക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെയും അടിസ്ഥാനം എന്നൊക്കെ പറയുന്നത് ഒരു ഹീറ്റാണ്, ആ ഒരു ചൂട് വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒ ടി ജിയിൽ ഉണ്ടാക്കാവുന്ന എല്ലാ ഫുഡും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എയർ ഫ്രയറിലും പരീക്ഷിക്കാവുന്നതാണ്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കേക്ക് ഉണ്ടാക്കണം. നമുക്ക് കുക്കറിൻ്റെ അകത്തും കേക്ക് ഉണ്ടാക്കാം, ഒ ടി ജിയിലും കേക്ക് ഉണ്ടാക്കാം. ആ സമയത്ത് ഒ ടി ജിയിൽ ഉണ്ടാക്കുന്ന കേക്കിന് കുറച്ചുകൂടി ഫിനിഷിങ് ഉണ്ടാവും, അതുപോലെ ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും സ്മൂത്ത് ആണെങ്കിലും കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും. ഇതൊക്കെ വരുന്നത് കുറച്ചും കൂടി നല്ല രീതിയിൽ വരുന്നത് എപ്പോഴും ഒ ടി ജിയിലായിരിക്കും. കുക്കറിൽ നമുക്ക് അത്രയും ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഒ ടി ജിയിൽ ഉണ്ടാക്കാവുന്ന ഒരുതരം എല്ലാ ഫുഡും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എയർ ഫ്രയറിലും ചെയ്യാൻ സാധിക്കും. കമ്പനി മെയിനായിട്ട് പറയണത് ഇതിൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു പർപ്പസ് ആണെന്നാണ് കമ്പനി പറയണത്. ഇനി ഒരു എയർ ഫ്രയർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരുടെയൊക്കെ ഏറ്റവും വലിയ സംശയമായിരിക്കുള്ളൂ, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതിൽ എത്രയാണ് സമയം കൊടുക്കേണ്ടത്, അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ടെമ്പറേച്ചർ എത്രയാണ് കൊടുക്കുന്നത്, ഇതിനെപ്പറ്റിയൊക്കെ ഭയങ്കര സംശയങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു സംശയമില്ലാണ്ട് യൂസ് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമുക്കൊരു മാനുവൽ ബുക്കും വാറണ്ടി കാർഡും വരുന്നുണ്ട്. ആ ഒരു മാനുവൽ ബുക്കിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എത്ര സമയമാണ്, ഇതിൽ ഓരോ ഇതിനും, ഇപ്പോൾ വെജിറ്റബിൾസിനാണെന്നുണ്ടെങ്കിലും ഫിഷിനാണെന്നുണ്ടെങ്കിലും മീറ്റ്, ചിക്കൻ, ഇതിനൊക്കെ എത്ര സമയമാണ് കൊടുക്കേണ്ടത്, എത്ര ചൂട്, എത്ര ഡിഗ്രി ചൂടാണ് കൊടുക്കേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് അതിൻ്റെ ആ ഒരു കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് യാതൊരുവിധ സംശയമില്ലാണ്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, ഇത് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിനെപ്പറ്റിയും വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു സംശയമില്ലാണ്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലതാണെന്നുണ്ടെങ്കിലും ചീത്തയാണെന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുക. ഞാൻ കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട്.